ഹലോ എവരി വൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഗായത്രി. അപ്പോൾ എന്ത് ഡേ ഇപ്പോൾ നടക്കുന്നത്? എക്കണോമിക് ഡേ ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഒരു സീരീസ് ഓഫ് സെക്ഷൻസ് ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എക്കണോമിക് നല്ല ബേസ് സെറ്റ് ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ നിങ്ങളത് മിസ്സാക്കാതെ കറക്റ്റായിട്ട് നിങ്ങൾ സെക്ഷൻസ് കണ്ട് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എക്സ്ട്രാ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നോട്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ 2 സെക്ഷൻസ് കഴിഞ്ഞു. അതിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസ് ഒക്കെ പഠിച്ചില്ല, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഒക്കെയാണ് ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു എമൗണ്ട് ഓഫ് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ടാണല്ലേ വന്ന് നിൽക്കുന്നത്. ഒരു ചായയൊക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾ ഒത്തിരി വട്ടം കേട്ടിട്ടുള്ളതല്ലേ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് പരിചയമുള്ളൊരു പേരാണ് അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഇഷ്യൂസ് കറൻസി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആരാണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇന്ത്യയിൽ എല്ലാ കറൻസിയും RBI അല്ലേ ഇഷ്യൂ ചെയ്യുന്നത്? ആണോ? നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മണി എന്ന് പറയുമ്പോൾ അതിൽ 2 രീതിയിലുണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോയിൻസും ഒന്ന് എന്താണ്, നോട്ട്സ് അല്ലേ? നമ്മൾ കൈകാര്യം ചെയ്യുന്ന ലിക്വിഡ് മണി എന്ന് പറയുന്നത് നോട്ട്സും ഉണ്ട്, കോയിൻസും ഉണ്ട്. അപ്പോൾ കുറച്ചാൾ മുന്നേ വരെ കുറച്ച് അധികം നാൾ മുന്നേ വരെ എന്ത് വരെയുള്ള ഏറ്റവും വലിയ ഡോമിനേഷൻ ഓഫ് കോയിൻസ് എന്ന് കോയിൻ എന്ന് പറയുന്നത് ഏതാണ്? 1000 rupee കോയിൻ ആണ് ഏറ്റവും വലിയ ഡോമിനേഷൻ ഓഫ് കോയിൻ ആയിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 1 rupee കോയിൻ മുതൽ 1000 rupee കോയിൻസ് വരെ. ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ 50 പൈസ ഇല്ല, അത് 1 rupee കോയിൻ മുതൽ 20 rupee കോയിൻസ് വരെയാണ് ഉള്ളതല്ലേ? അപ്പം 20 rupee കോയിൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു 12 സൈഡഡ് പോളിഗൺ ആണ് അല്ലേ? അപ്പം അതിനെങ്ങനെ നമ്മൾ വിളിക്കുക? ഡോഡെക്കാഗൺ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ 12 സൈഡഡ് പോളിഗൺ ആയിട്ടുള്ള 20 rupee കോയിൻ ആണ് റീസെന്റ് ഇപ്പോൾ വലിയ ഡോമിനേഷൻ ഉള്ള കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഏത് ആക്ട് പ്രകാരമാണ് ഇഷ്യൂ ചെയ്യുന്നത്? കോയിനേജ് ആക്ട് 2011 പ്രകാരമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോയിനേജ് ആക്ട് 2011 പ്രകാരമാണ് ഗവൺമെന്റ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അപ്പോൾ ബാക്കി എല്ലാ നോട്ടുകളും RBI ആയിരിക്കും അല്ലേ ഇഷ്യൂ ചെയ്യുന്നത്? നോക്കാം. 1 rupee നോട്ട് ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളും ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1 rupee നോട്ട് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അതും ഇഷ്യൂ ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആ നോട്ടിന്റെ മുകളിൽ മാത്രം ആരുടെ സിഗ്നേച്ചർ വരും? ഫിനാൻസ് സെക്രട്ടറിയുടെ സിഗ്നേച്ചർ വരും. ബാക്കി എല്ലാ നോട്ടിലും ആരുടെ സിഗ്നേച്ചർ വരിക? RBI ഗവർണറിന്റെ സിഗ്നേച്ചർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ നോട്ടിൽ മാത്രം ആരുടെ സിഗ്നേച്ചർ വരും? ഫിനാൻസ് സെക്രട്ടറിയുടെ സിഗ്നേച്ചർ വരും. അതോടൊപ്പം തന്നെ RBI കറൻസി ഇഷ്യൂ ചെയ്യുന്നത്, ബാക്കി എല്ലാ നോട്ടും ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI അല്ലേ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കറൻസീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? RBI ആക്ട് 1934 പ്രകാരമാണ് ബാക്കി നോട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഏത് വർഷമാണ്? 1934 പ്രകാരം. 1934 RBI ആക്ട് പ്രകാരമാണ് RBI ബാക്കി നോട്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഈ പറയുന്ന 1 rupee നോട്ട് അതിൽ കാണാം. എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ ബാക്കി നോട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ 2 ലാംഗ്വേജിൽ എഴുതിയേക്കും. ഐ പ്രോമിസ് ദ ബിയറർ ഓഫ് ദ സം ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 10 rupee ആണെങ്കിൽ ദ സം ഓഫ് 10 rupee പേയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കാണും ഒരു സെൻറ്റൻസ്. അപ്പോൾ ആ സെൻറ്റൻസ് എവിടെ കാണില്ല? ഈ പറയുന്ന 1 rupee നോട്ടിൽ കാണില്ല, ബാക്കി എല്ലാ നോട്ടിലും കാണും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ RBI റിലേറ്റഡ് ആയിട്ട് ഇനി കുറച്ച് ആക്ടും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണോ നോക്കാം. ഒന്നാമത്തെ ആക്ട് ഞാൻ പറഞ്ഞു, RBI ആക്ട് 1934 RBI ആക്ട് നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ ആക്ട് എന്താണ്? ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949. ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949.
49-ലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ട്. അതായത് എന്താ ബാങ്കിങ് ഫേംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏത് ആക്ടിൽ വരും? ഈ പറയുന്ന ആക്ടിൽ വരും. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു RBIക്ക് വേണമെങ്കിൽ മറ്റ് ബാങ്കുകളിൽ പറയാം, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പറയാം ഒരു പേഴ്സണ് ലോൺ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ കൊണ്ട് ലോൺ കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഏത് ആക്ടിൽ വരും? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വരും. ഓക്കെ, അത് കഴിഞ്ഞ് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? ഓൺലൈൻ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ വന്നൊരു ആക്ടാണ് എന്ത്? പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ട് 2007 എന്ന് പറയുന്ന ഒരു ആക്ട്. ഓക്കെ, പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ട് 2007 എന്ന് പറയുന്നത്. ഇത്രയും ആക്ടുകളാണ് ഈ RBI ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആക്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി RBI എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലേ? ബാങ്കിന്റെ ബാങ്ക് ആണെന്നല്ലേ പറയുന്നത് അല്ലേ? അപ്പോൾ RBI എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ബാങ്ക് ആണ്. അപ്പോൾ RBI നമുക്ക് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്ത്? മിന്റ് സ്ട്രീറ്റ്. ഓക്കെ, RBI വേറെ പേരിലും കൂടി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മിന്റ് സ്ട്രീറ്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കുക. RBIയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾസ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ഇന്ത്യൻ റുപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ ഇപ്പോൾ മാറി കാണാമല്ലേ? കോയിൻസും നോട്ട്സും എല്ലാം RBI എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കോയിൻസും 1 rupee നോട്ടും ഗവൺമെൻറ്റും, ബാക്കി എല്ലാ നോട്ട്സും ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സപ്ലൈ ഓഫ് ഇന്ത്യൻ റുപ്പി ആൻഡ് ഡിമാൻഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് RBIയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ RBI എന്ന് പറയുന്നത് ഒരു 21 മെമ്പേഴ്സ് അടങ്ങുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഗവർണർ. ഓക്കെ, ഗവർണർ ഉൾപ്പെടെയുള്ള 21 മെമ്പേഴ്സ് ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് RBI എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആരൊക്കെ പെടും? 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് കാണും, 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഫിനാൻസ് കാണും, അതുപോലെ തന്നെ 10 ഗവൺമെന്റ് നോമിനേറ്റഡ് ഡയറക്ടേഴ്സ് കാണും, അതുപോലെ തന്നെ 4 ഡയറക്ടേഴ്സ് അപ്പോയിന്റഡ് ടു റെപ്രസെന്റ് ദ ലോക്കൽ ബോർഡ്സ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 4 ഡയറക്ടേഴ്സ് കൂടെ കാണും. അപ്പോൾ ഇത്രയും പേരും ഗവർണറും ഉൾപ്പെടുന്ന ഒരു ബോർഡാണ്, അല്ലെങ്കിൽ സെൻട്രൽ ബോർഡാണ് എന്തെന്ന് പറയുന്നത്? RBI എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ് RBIയുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. എവിടെയാണ്? മുംബൈയിലാണ് RBIയുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി റീജിയണൽ അല്ലെങ്കിൽ സോണൽ ബോർഡ്സ് ഉണ്ട്. ഓക്കെ, സോണൽ ഓഫീസസ് അല്ലെങ്കിൽ ലോക്കൽ ബോർഡ്സ് അങ്ങനെയും പറയും. അപ്പോൾ അതെവിടെയൊക്കെയാണ്? മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള ന്യൂഡൽഹി. ഇവിടെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? സോണൽ ഓഫീസസ് അല്ലെങ്കിൽ ലോക്കൽ ബോർഡ്സ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതെവിടെയാണുള്ളത്? അല്ല, അതൊക്കെ എന്താണ്? ബ്രാഞ്ചസ് ഓഫ് ഹെഡ് ക്വാർട്ടേഴ്സ്, ബ്രാഞ്ചസ് ആണുള്ളത്. അപ്പോൾ അതുപോലത്തെ 31 ഓഫീസേഴ്സ് കൂടി RBIക്ക് നിലവിലുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ത്? RBIനെ റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ. ഏത് കമ്മീഷനാണ് RBI റെക്കമെൻഡ് ചെയ്തത്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ് RBIനെ റെക്കമെൻഡ് ചെയ്തത്. ഹിൽട്ടൺ യങ് കമ്മീഷനാണ് RBI റെക്കമെൻഡഡ് ബൈ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഏത് വർഷമാണ്? 1926ലാണ് RBIനെ ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926ലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരമാണ് RBI വന്നിട്ടുള്ളത്. അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഏപ്രിൽ 1 1935 ഏപ്രിൽ 1ലാണ് എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ അക്കോർഡൻസ് വിത്ത് ഏത് ആക്ടാണ് നമ്മൾ പറഞ്ഞു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 അല്ലേ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏത് വർഷം എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1934ലാണ് ആക്ട് വന്നത്. ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിപ്പോൾ പഠിച്ചു ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് പഠിച്ചു? മുംബൈയിലാണ് പഠിച്ചു. പക്ഷേ ആദ്യം മുംബൈയിലല്ലായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. എവിടെയായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്? കൽക്കട്ടയിലായിരുന്നു ആദ്യം ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 1937 ആയപ്പോഴാണ് എങ്ങോട്ടേക്ക് പെർമനൻ്റ് ആയിട്ട് മാറിയത്? മുംബൈയിലേക്ക് പെർമനൻ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണ് മുംബൈയിലേക്ക് പെർമനൻ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്? അപ്പോൾ ആദ്യം എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. ഇപ്പോൾ എവിടെയാണ്? മുംബൈയിലാണ്. ഏത് വർഷമാണ്? 1937
1937 മുംബൈയിലേക്ക് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ RBI എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റൈസ്ഡ് ബാങ്ക് ആയിരുന്നു ആദ്യം. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ നാഷണലൈസ് ചെയ്യാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അത് ഏത് വർഷമാണ് നാഷണലൈസ് ചെയ്തത്? RBI was nationalized on 1949 January 1st. January 1st 1949 ഇതെന്ത് ചെയ്തത്? RBI നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, അത് മറന്നു വരുത്. എന്നാൽ 1949. ഓക്കെ, ഇനി മേജർ ഫങ്ഷൻസ് ഓഫ് RBI നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ ഫങ്ഷൻ? കൺട്രോൾ ചെയ്യുക, സപ്ലൈ കൺട്രോൾ ചെയ്യുക, ഇന്ത്യൻ റുപ്പി നോട്ടിൻ്റെയൊക്കെ സപ്ലൈ ഡിമാൻഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന ജോലിയാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് RBIയുടെ ഡ്യൂട്ടീസ് ഒന്ന് നോക്കാം. സെൽഫ് റൈറ്റ് ഇഷ്യൂ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു സെൽഫ് റൈറ്റ് ഉണ്ട്. സെക്ഷൻ 22 പ്രകാരമാണ് ഈ പറയുന്ന RBI ആക്ട് 1934 സെക്ഷൻ 22 പ്രകാരമാണ് എന്ത് ഈ പറയുന്ന കറൻസിയൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള സെൽഫ് റൈറ്റ് ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് 1 രൂപി നോട്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. എങ്കിൽ പോലും അവിടെ എന്ത് വരാം? ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. RBIക്ക് സെൽഫ് റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്തതാണ് ബാങ്കർ ടു ദ ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റിന്റെ ഒരു ബാങ്കർ, അതായത് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെന്റ് റിസർവ് ബാങ്ക് മാനേജസ് ദ നീഡ്സ് ആൻഡ് ഇഷ്യൂസ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ടേംസ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ്ങിൽ നമ്മുടെ ഗവൺമെന്റിന് ആവശ്യമുള്ള നീഡ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ നീഡ്സ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ ഇറ്റ് ഹാസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഓപ്പറേറ്റ് ദ ഗവൺമെന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. ഗവൺമെന്റിന്റെ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഇറ്റ്സ് ഡ്യൂട്ടി ടു കളക്ട് ദ റെസിപ്റ്റ്സ് ആൻഡ് മേക്ക് പേയ്മെന്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ബിഹാഫിൽ റിസിപ്റ്റ് കളക്ട് ചെയ്യുക, പേയ്മെന്റ് ഒക്കെ നടത്തുക എന്നുള്ളതൊക്കെ എല്ലാം ആരാണ് ചെയ്യേണ്ടത്? RBI ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ RBI is the member of IMF, International Monetary Fund. International Monetary Fundന്റെ ഒരു മെമ്പർ കൂടിയാണ്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെയും മെമ്പറാണ് ആരെന്ന് പറയുന്നത്? RBI. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്താണ് ആരുള്ളത്? RBI ഉള്ളത്. ഓക്കെ, ഇത് കൂടാതെ ഇനിയും കുറച്ചുകൂടി ഡ്യൂട്ടീസ് ഉണ്ട്. എന്താണ്? കസ്റ്റഡി ഓഫ് ക്യാഷ് റിസർവ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കുറച്ച് പൈസ, നമുക്കിപ്പോൾ എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഇടും അല്ലേ? അപ്പോൾ അതുപോലെ കൊമേഴ്സ്യൽ ബാങ്കിനും കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സഡ് ഇടാൻ പറ്റും. ബാങ്കിൽ ഈ പറയുന്ന RBIയിലാണ് ഫിക്സഡ് ഇടുന്നത്. ബാങ്ക് അല്ലേ? അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആരാണ്? ബാങ്ക് RBI ആണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സഡ് ഒക്കെ ഇടാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് കൊമേഴ്സ്യൽ ബാങ്ക് ഹാവ് ഡെപ്പോസിറ്റ്സ് ഇൻ RBI ബാങ്ക്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതാണ് കസ്റ്റഡി ഓഫ് കൺട്രീസ് ഫോറിൻ കറൻസി റിസർവ്സ് അല്ലേ? ഫോറിൻ കറൻസി റിസർവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്ന ജോലി ആർക്കാണുള്ളത്? RBIക്കാണുള്ളത്. അതുപോലെ തന്നെ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. കൊമേഴ്സ്യൽ ബാങ്ക് ഗോ ടു ദ സെൻട്രൽ ബാങ്ക് ഇൻ ടൈംസ് ഓഫ് എമർജൻസി ഇൻ ഓർഡർ ടു ഓവർകം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? RBIയിൽ പോയിട്ട് കൊമേഴ്സ്യൽ ബാങ്കിനൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ആരുടെ ഡ്യൂട്ടിയാണ്? RBIയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി RBIയിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു റോള് വഹിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ് അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് ഒരു മെയിൻ റോള് വഹിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് എത്ര വർഷത്തേക്കാണ് ആ ടെന്യൂർ ഉള്ളത്? 3 വർഷത്തേക്കാണ് ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഗവർണറിന് ടെന്യൂർ ഉള്ളത്. അത് ഇൻ കേസ് ഓഫ് സം സിറ്റുവേഷൻസ് അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 2 വർഷത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക, ആ കേസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എലിജിബിലിറ്റി, ഈ പറയുന്ന ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം ഗവർണർ ആവാൻ, RBI ഗവർണർ ആവാൻ വേണ്ടിയിട്ട്. നോക്കാം, എംപ്ലോയ്മെന്റ് വിത്ത് IMF ഓർ വേൾഡ് ബാങ്ക്. IMFലോ വേൾഡ് ബാങ്കിലോ എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ സെർവിങ് ആസ് ദ ചെയർമാൻ
ജനറൽ മാനേജർ ഓഫ് എ ബാങ്ക്, ഒരു ബാങ്കിന്റെ ജനറൽ മാനേജറോ അല്ലെങ്കിൽ ചെയർമാനോ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഹാവിങ് എ സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ ഇൻ എ റെപ്യൂട്ടബിൾ ഫിനാൻഷ്യൽ ഓർ ബാങ്കിങ് ഓർഗനൈസേഷൻ, ഏതെങ്കിലും ബാങ്കിങ് ഓർഗനൈസേഷനിൽ ഒരു റെപ്യൂട്ടബിൾ എന്തുണ്ടായിരിക്കണം, ഒരു പൊസിഷൻ കൈവരിക്കണം. അതും അല്ലെങ്കിൽ വർക്കിംഗ് വിത്തിൻ എ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. അതും അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു ദീസ് ക്വാളിഫിക്കേഷൻസ്, ഈ ക്വാളിഫിക്കേഷൻസിന് പുറമെ എന്താ വരാം, എനി സിറ്റിസൺ ഹു ഈസ് 35 years or older is eligible to become a RBI ഗവർണർ. ഇതിന് കൂടാതെ 35 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ത് ചെയ്യാൻ പറ്റും, RBI ഗവർണറായിട്ട് വരാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ എന്താവാൻ പറ്റും, RBI ഗവർണർ ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ചൂസ് വൺ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരെണ്ണം തെറ്റായിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇത്രയും പഠിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കോളൂ. ഓക്കെ, ഒന്നുകിൽ IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ എംപ്ലോയ്മെന്റ് വേണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെയർമാനോ ജനറൽ മാനേജറോ ആയിട്ട് വർക്ക് ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ ഏതെങ്കിലും റെപ്യൂട്ടബിൾ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ബാങ്കിങ് ഓർഗനൈസേഷനിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ഒരു വർക്ക് ചെയ്തിരിക്കണം. അതും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസണിൽ 35 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആർക്കും എന്ത് ചെയ്യാം, ഒരു ഗവർണറായി മാറാം. പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആരാണ്? അപ്പോൾ ഇന്ത്യ ആദ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. സർ ഓസ്ബോൺ സ്മിത്ത്. ഓക്കെ, അത്ര അറിഞ്ഞിരുന്നാൽ മതി. ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹം കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. അദ്ദേഹം 1943 മുതൽ 1949 വരെയാണ് എന്ത് ചെയ്തിരുന്നത്, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1943 മുതൽ 1949 വരെയാണ് അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഇദ്ദേഹം ഇന്ത്യൻ അല്ല, ഓസ്ബോൺ ആർക്കൽ ഇന്ത്യൻ അല്ല, പക്ഷേ ഇന്ത്യൻ ആയിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ ആരാണ്? ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരാണ്? സർ CD ദേശ്മുഖ് ആണ് ഇന്ത്യൻ. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരെന്ന് എഴുതണം? CD ദേശ്മുഖ്. ഇതും CHSL പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ബോൺ സ്മിത്ത് ആണ്, പക്ഷെ അത് ഇന്ത്യൻ അല്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആയിട്ടുള്ള ആദ്യത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? CD ദേശ്മുഖ് ആണ്. അദ്ദേഹം 1949 മുതൽ 1957 വരെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തറിഞ്ഞിരിക്കണം? ഇപ്പോൾ റീസെൻ്റ്ലി ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത്? ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീസെൻ്റ്ലി ഗവർണർ? ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റീസെൻ്റ് ആയിട്ടുള്ള ഗവർണർ എന്ന് പറയുന്നത്. ആരാണ്? ശക്തികാന്ത ദാസ്. ഓക്കെ, ശക്തികാന്ത ദാസ് ആണ് ഇപ്പോൾ പ്രസന്റ് ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ 3 കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, ഇനി RBIയുടെ വേറൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. അതായത് എന്തെങ്കിലും ഇൻഫ്ലേഷൻ നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? RBI ഡ്യൂട്ടി ചെയ്യണം അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇൻഫ്ലേഷൻസ് വന്നു കഴിഞ്ഞാൽ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? RBI ആണ് കൈകാര്യം ചെയ്യുന്നത്. അതൊരു പോളിസി അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? മോണിറ്ററി പോളിസി എന്നാണ് പറയുന്നത്. ഓക്കെ, മോണിറ്ററി പോളിസി പ്രകാരമാണ്
RBI അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തത് ഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റും അതുപോലെ രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റും. അപ്പോൾ ഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, അമൃത മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്കറിയേണ്ടത് ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കുറച്ച് കമ്പോണൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റിലുള്ള കുറച്ച് കമ്പോണൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വരുന്ന രണ്ട് കമ്പോണൻ്റ് ആണ് റെപ്പോയും റിവേഴ്സ് റെപ്പോയും. റിവേഴ്സ് റെപ്പോയും ഈ രണ്ട് കമ്പോണൻ്റ് ആണ് ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ മുന്നേയൊക്കെ ഈ പറയുന്ന റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും ഒക്കെ ആരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫിനാൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതാരാ ചെയ്യുന്നത്? MPC മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മിറ്റിക്കകത്ത് ആരൊക്കെ കാണും? ഒരു ഡെപ്യൂട്ടി ഗവർണറൊക്കെ കാണും, അതുപോലെ കുറച്ച് അംഗങ്ങൾ അടങ്ങുന്ന ഒരു 6 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും. അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഓഫീസർ കാണും, ഡെപ്യൂട്ടി ഗവർണർ കാണും, 4 ഫിനാൻസ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആരൊക്കെ കാണും? നോമിനേറ്റീവ് മെമ്പേഴ്സും കൂടി കാണും. ഓക്കെ, റെപ്രസെൻറ്റ് ചെയ്യുന്നവർ, ആ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് കൂടെ കാണും. 4 പേര് അവരും കാണും, ഡെപ്യൂട്ടി ഗവർണർ കാണും, ഒരു RBI ഓഫീസറാണ്. അങ്ങനെ 6 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. അത് ഏത് വർഷം നിലവിൽ വന്നത്? 2016 മോണിറ്ററി പോളിസി കമ്മിറ്റി നിലവിൽ വരുന്നത്. MPC വരുന്നത് എന്നാണ്? 2016 മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ പറയുന്ന റേറ്റ് ഒക്കെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റെപ്പോയും റിവേഴ്സ് റെപ്പോയും ഒക്കെ പഠിക്കാം. അപ്പോൾ റെപ്പോയും റിവേഴ്സ് റെപ്പോയും ഒക്കെ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, LAF. ഓക്കെ, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതെന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കിയേ. ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് RBI വിച്ച് ഹെൽപ്പ് ദ ബാങ്ക്സ് ടു അഡ്ജസ്റ്റ് ദെയർ ഡെയിലി ലിക്വിഡിറ്റി മിസ്മാച്ചസ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? ലിക്വിഡിറ്റിക്ക് എന്തെങ്കിലും ഒരു മിസ്മാച്ചസ് ഒക്കെ വരികയാണ്, ഡെയിലി ലിക്വിഡിറ്റിക്ക് എന്തെങ്കിലും മിസ്മാച്ചസ് വരികയാണെങ്കിൽ അത് തടയാനുള്ള, അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, RBIയുടെ ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? LAF അല്ലെങ്കിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി കൂടിയാൽ എന്താ സംഭവിക്കുക? ബ്ലാക്ക് മണി ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ്, ലിക്വിഡിറ്റി കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നം അല്ലേ? അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, RBIയുടെ ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് കമ്പോണൻസ് ആണ് എന്തെന്ന് പറയുന്നത്? റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LAF ഏതിന്റെ ഭാഗമായിട്ടാണ് വന്നത്? ബാങ്കിങ് സെക്ടർ റിഫോംസിന്റെ ഭാഗമായിട്ട് നരസിംഹം കമ്മിറ്റിയുടെ റിസൾട്ട് ആയിട്ടാണ് LAFനെ എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിങ് സെക്ടർ റിഫോംസ് ഏത് വർഷമായിരുന്നു? 1998 ബാങ്കിങ് സെക്ടർ റിഫോംസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏത് വർഷമാണ്? 1998 ബാങ്കിങ് സെക്ടർ റിഫോംസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന നരസിംഹം കമ്മിറ്റിയുടെ റിസൾട്ടായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? LAF അല്ലെങ്കിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ആണ് എന്തെന്ന് പറയുന്നത്? റെപ്പോയും റിവേഴ്സ് റെപ്പോയും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസന്റ്ലി 6.5 ആണ് പ്രസന്റ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് 3.35%. ഓക്കെ, അപ്പോൾ റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രസന്റ്ലി റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് 6.5 റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് 3.35% ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഒന്ന് നോക്കി, എന്താ റെപ്പോ റേറ്റ്? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വെയർ one party sells securities to another party with a commitment to repurchase them at a specified price and time in the future. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ത്യയിൽ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കൊമേഴ്സ്യൽ ബാങ്ക്സ് ഒക്കെ വന്നിട്ട് RBIന്ന് എന്ത് ചെയ്യും? ലോൺസ് ഒക്കെ എടുക്കും. അതാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൊമേഴ്സ്യൽ ബാങ്ക്സിന് എന്തെങ്കിലും ലിക്വിഡിറ്റിയുടെ അഡ്ജസ്റ്റ്മെന്റ്സ് വേണമെങ്കിൽ അത് എന്ത് ചെയ്യും? RBIയിൽ നിന്ന് ലോൺ പോലെ എടുക്കും. നമ്മൾ പോയിട്ട് ലോൺ എടുക്കുന്ന പോലെ തന്നെ അതുപോലെ കൊമേഴ്സ്യൽ ബാങ്ക് RBIയിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് വേണം? ഒരു സെക്യൂരിറ്റി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കൊളാട്രൽ, ഒരു ഈട് വെക്കണം. അപ്പോൾ അങ്ങനെ ഈട് വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു
റേറ്റ് ആര് നിശ്ചയിക്കും? RBI നിശ്ചയിക്കും. അപ്പോൾ ആ റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴെങ്കിലും ഈ പറയുന്ന ബാങ്കിന് അധിക പൈസ വരുന്നു എന്നൊക്കെ നമുക്ക് അധിക പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് കൊണ്ടിടും അല്ലേ? അപ്പോൾ അതേ സെയിം പ്രോസസ്സ് തന്നെ, ഒരു ഫിക്സഡ് കൊണ്ടിടുന്ന പോലെ ഈ പറയുന്ന കൊമേഴ്സ്യൽ ബാങ്ക്സ് ഒക്കെ എന്ത് ചെയ്യും? RBI ഒരു ഫിക്സഡ് കൊണ്ടിടും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കും അല്ലേ? അപ്പോൾ അതാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ റിവേഴ്സ് റെപ്പോ റേറ്റ് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഏതിനേക്കാളും? റെപ്പോ റേറ്റിനേക്കാളും റിവേഴ്സ് റെപ്പോ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ആരായിരിക്കും ബോറോവർ എന്ന് പറയുന്നത്? റെപ്പോയിൽ ആരായിരിക്കും ബോറോവർ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അത് വാങ്ങുന്ന ആരായിരിക്കും? കൊമേഴ്സ്യൽ ബാങ്ക്സ് ആയിരിക്കും അല്ലേ? അത് കഴിഞ്ഞ് ഇവിടെ ലെൻഡർ ആരായിരിക്കും? RBI. കൊടുക്കുന്ന ആരായിരിക്കും? RBI ആയിരിക്കും. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചായിരിക്കും. ഇവിടെ ലെൻഡർ ആരായിരിക്കും? RBI അല്ല, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആയിരിക്കും. അതുപോലെ ഇവിടെ ബോറോവർ ആരായിരിക്കും? RBI ആയിരിക്കും. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലായോ? റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും മനസ്സിലായോ? ഇപ്പോഴത്തെ റെപ്പോ റേറ്റ് എത്രയാണ്? ഇപ്പോഴത്തെ റെപ്പോ റേറ്റ് 6.5 ആണ്. ഇപ്പോഴത്തെ റിവേഴ്സ് റെപ്പോ റേറ്റ് എത്രയാണ്? 3.35 ആണ് ഇപ്പോഴത്തെ റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തതാണ് MSF. എന്താണ് MSF എന്ന് പറഞ്ഞാൽ? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. എന്താണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് അറിയാം. ഓക്കെ, അതൊരു ഏകദേശം റെപ്പോ പോലെ തന്നെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് വന്നത്. MSF ഈസ് എ വിൻഡോ പ്രൊവൈഡഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ദ കൊമേഴ്സ്യൽ ബാങ്ക് ടു ബോറോ ഫണ്ട്സ് ഓവർനൈറ്റ് അഗെയിൻസ്റ്റ് ദ പ്ലെഡ്ജ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം ഒരു റെപ്പോ പോലെ തന്നെയാണ്. അതായത് കൊമേഴ്സ്യൽ ബാങ്കിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ RBI പോയിട്ട് വാങ്ങും. ഓക്കെ, അപ്പോൾ പക്ഷേ കൊമേഴ്സ്യൽ ബാങ്കിന് ഈട് വയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ഈ പറഞ്ഞ റെപ്പോ റേറ്റും പോരാതെ വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഒരു ലോൺ പോലത്തെ ഒരു സംഭവമാണ് ഈ പറയുന്ന MSF. ഓക്കെ, അപ്പോൾ ഈട് വയ്ക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? SLR എന്ന് പറയും. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയും. അപ്പോൾ അത് കൂടുതലുള്ള ഷെഡ്യൂൾഡ് ബാങ്ക്സ്, അപ്പോൾ അതായത് അവരുടെ കയ്യിൽ എക്സ്ട്രാ അവരുടെ കയ്യിൽ ഈ പറയുന്ന അസെറ്റ്സ്, ലിക്വിഡ് ക്യാഷ് അല്ലാതെ അസെറ്റ്സ് കാണുമല്ലോ, ഈ പറഞ്ഞ ഗോൾഡ് ആയാലും എന്തായാലും. അപ്പോൾ അതൊക്കെ കൂടുതലുള്ള ബാങ്കുകളാണ് ഈ പറഞ്ഞ MSF എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് RBI നിന്ന് എടുക്കുന്നത് എങ്ങനെയാണ്? ഈ MSF എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൊമേഴ്സ്യൽ ബാങ്ക്സിന് SLR കൂടുതലാണല്ലോ. അപ്പോൾ അവർക്ക് ഈ റെപ്പോ പോരാതെ വരികയാണെങ്കിൽ SLRൽ നിന്ന് കുറച്ച് അസെറ്റ്സ് എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും? ഈടായിട്ട് RBI കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അവർ ലോൺ എടുക്കുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? MSF. അതും അത്രയും എമർജൻസി സിറ്റുവേഷൻസിലാണ് MSF എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. എ റിഡക്ഷൻ ഇൻ ഓവർനൈറ്റ് ലെൻഡിങ് റേറ്റ് വോളറ്റിലിറ്റി, അതുപോലെ ദ പ്രിവെൻഷൻ ഓഫ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഗ്യാപ്സ്. എന്തെങ്കിലും ഷോർട്ട് ടേം ആയിട്ടുള്ള ലിക്വിഡിറ്റി ഗ്യാപ്സ് പെട്ടെന്ന് അവർക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ്. റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെപ്പോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായല്ലോ? കറക്റ്റായിട്ട് ഈ പറയുന്ന കൊമേഴ്സ്യൽ ബാങ്കിലുള്ള എന്തെങ്കിലും ഒരു കൊളാറ്ററൽ വെച്ചിട്ട് ലോൺ എടുക്കുന്ന പരിപാടി, അത് തന്നെയാണ് റെപ്പോ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻക്രീസ്ഡ് കൺട്രോൾ ഓവർ ദ എക്കണോമീസ് ക്യാഷ് ഫ്ലോ ബൈ ദ RBI ആൻഡ് അസിസ്റ്റൻസ് ഫോർ ബാങ്കിങ് ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. സെയിം പറഞ്ഞ സംഭവം തന്നെ. RBI ഒരു അനുമതി കൊടുക്കും അവർക്ക്, ഈ പറയുന്ന SLR കൂടിയ ബാങ്കിൽ ഒരു അനുമതി കൊടുക്കും അവരുടെ ആ അസെറ്റ്സ് എടുക്കാം. അവർക്ക് അസെറ്റ്സ് എടുത്ത് RBI കറക്റ്റായിട്ട് കൊണ്ടുവച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? മണി ലെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ലോൺ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുന്ന പരിപാടി. റെപ്പോയിൽ എടുക്കുന്ന ലോൺ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുന്ന പരിപാടിയാണ് MSF എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോഴത്തെ MSF എത്രയാണെന്ന് നോക്കിയേ. 6.75% ആണ് ഇപ്പോഴത്തെ MSF റേറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 6.75. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, MSF റേറ്റ് ആരെക്കാളും കൂടുതലായിരിക്കും? റെപ്പോയെക്കാളും കൂടുതലായിരിക്കും. അത് ആരെക്കാളും കൂടുതലായിരിക്കും? റിവേഴ്സ് റെപ്പോയെക്കാളും
കൂടുതലായിരിക്കും. ഓക്കെ, MSF റേറ്റിനെക്കാളും കുറവ് ആരാണ്? റെപ്പോ ആണ്. അതിനേക്കാളും കുറവ് ആരാണ്? റിവേഴ്സ് റെപ്പോ റേറ്റ് ആയിരിക്കും കുറവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ പറയും ഇത് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ വെക്കാം റെപ്പോ റേറ്റ്, MSF റേറ്റ്, അതുപോലെ തന്നെ റിവേഴ്സ് റെപ്പോ റേറ്റിൽ വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിപ്പോൾ വെക്കാൻ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? MSF ആയിരിക്കും കൂടുതലായിട്ട് വരിക. ഓക്കെ ആണോ? ഇനി ഈ പറയുന്ന റെപ്പോ റേറ്റും മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയും കൂടി ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് MSF ഈസ് ഡിസൈൻഡ് ഫോർ ലെൻഡിങ് ടു ബാങ്ക്സ് ഓവർനൈറ്റ്. എന്തെങ്കിലും ഓവർനൈറ്റ്, അതായത് പെട്ടെന്ന് ഒരു എമർജൻസി വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ബാങ്ക്സിന് RBI നിന്ന് ലെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ നീഡ്സ് വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു ലോൺ എടുക്കുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഞാൻ പറഞ്ഞു, SLR കൂടിയത്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കൂടിയ ബാങ്കുകൾക്കാണ്. അവർക്ക് ഈ പറയുന്ന അസറ്റ്സ്, ഈ ലിക്വിഡിറ്റി ക്യാഷ് അല്ലാതെ അസറ്റ്സ് ഒക്കെ ഒരുപാട് കാണാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് RBI നിന്ന് അവരുടെ ലോൺ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്തെടുക്കും. കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന ലോൺ, RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന ലോണാണ് എന്തെന്ന് പറയുന്നത്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ആസ് ദ സെക്യൂരിറ്റി ഫോർ ലോൺസ് അറ്റ് MSF റേറ്റ്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി വെക്കേണ്ടി വരും. ഓക്കെ, മസ്റ്റ് ആയിട്ട് സെക്യൂരിറ്റി വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നൊരു മാൻഡേറ്ററി ആണ്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും RBIയിൽ ഒരു നിശ്ചിത തുക ഇടണം. ഓക്കെ, അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ്? സെക്യൂരിറ്റി വെക്കണം. ഒരു കൊളാട്രൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ലോൺസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? ഇനി അടുത്ത ടോപ്പിക്കാണ് ATM. ATMന്റെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ഓക്കെ, അപ്പോൾ ATMനെ പറ്റിയിട്ടാണ് ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് RBIയുടെ ഡ്യൂട്ടീസും RBIയുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ATM. ATM എന്ന് പറഞ്ഞാൽ എന്താണ്? ATM ഈസ് ഇലക്ട്രോണിക് ബാങ്കിങ് ഔട്ട്ലെറ്റ് ദാറ്റ് അലൗസ് കസ്റ്റമേഴ്സ് ടു കംപ്ലീറ്റ് ബേസിക് ട്രാൻസാക്ഷൻസ് വിത്തൗട്ട് ദ നീഡ് ഫോർ എ ഹ്യൂമൻ ടെല്ലർ. ഒരു ഹ്യൂമൻ്റെ ഒരു ഹ്യൂമൻ്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത്യാവശ്യത്തിന് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? ATM അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന കുറച്ച് MCQs പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ATM cards are issued to a person who maintains which of the following accounts with the bank? ഏതൊക്കെ അക്കൗണ്ട് ഉള്ളവർക്കാണ് ATM കാർഡ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്? ഓക്കെ, ഏതൊക്കെ കാർഡ്സ് ആണ്? അതിൽ ഓപ്ഷൻസ് ഉണ്ട്. സേവിംഗ് ബാങ്ക്സ് അക്കൗണ്ട് ഉള്ളവർക്കാണോ, കറണ്ട് അക്കൗണ്ട്സ് ഉള്ളവർക്കാണോ, ടേം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണോ, അതോ either 1 or 2 ഈ സേവിങ്സ് ബാങ്കും അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഉള്ളവർക്കാണോ? നിങ്ങൾക്ക് ഏതാ തോന്നുന്നേ? ആൻസർ either 1 or 2 ആണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്കും എന്ത് ഇഷ്യൂ ചെയ്യും? ATM കാർഡ്സ് ഇഷ്യൂ ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബയോമെട്രിക് ATM cards are generally issued for which of the following? ഈ പറയുന്നതിൽ ആർക്കാണ് ബയോമെട്രിക് ATM കാർഡ്സ് കൊടുക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബയോമെട്രിക് ATM എന്ന് പറയുന്നത്? ആദ്യത്തെ ബയോമെട്രിക് ATM, ഇന്ത്യയിലെ ആദ്യത്തെ ബയോമെട്രിക് ATM എവിടെയാണെന്നറിയാവോ? ഏത് ബാങ്കാണ് കൊണ്ടുവന്നതെന്നറിയാവോ? ഇന്ത്യയിലെ ആദ്യത്തെ ബയോമെട്രിക് ATM കൊണ്ടുവന്ന ബാങ്കാണ് DCB ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബാങ്കാണ് ആദ്യത്തെ ബയോമെട്രിക് ATM കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് എവിടെയാണ് കൊണ്ടുവന്നത്? മുംബൈയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, മുംബൈയിലാണ് അത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഏത് വർഷമാണ്? 2016 അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 2016 നമ്മൾ വേറെ എന്തോ ഒന്ന് പഠിച്ചായിരുന്നു. എന്തായിരുന്നു പഠിച്ചത്? ഓർമ്മയുള്ളവർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ DCB ബാങ്കാണ് ബയോമെട്രിക് ATM കാർഡ്സ് ബയോമെട്രിക് ATM ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഏത് വർഷമാണ്? 2016 കൊണ്ടുവന്നിട്ടുള്ളത്. മുംബൈയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ കേരളത്തിൽ ബയോമെട്രിക് ATM എവിടെയാണ് ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്? മലപ്പുറത്താണ് ആദ്യമായിട്ട് ബയോമെട്രിക് ATM കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബയോമെട്രിക് ATM കാർഡ്സ് ഇതിൽ ആർക്കാണ് കൊടുക്കുന്നത്? ഇല്ലിറ്ററേറ്റ്സിനാണോ, സിക്ക് ആൻഡ് ഓൾഡ് പേഴ്സൺസിലാണോ, ഇൻകോപ്പറേറ്റീവ് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണോ, അതോ ബോത്ത് 1 and 2 ആണോ?
ഓക്കെ, ആൻസർ ബോത്ത് 1 and 2 ആണ്. അതായത് ഇല്ലിറ്ററേറ്റ്സിനും കൊടുക്കും, സിക്ക് ആൻഡ് ഓൾഡ് പേഴ്സൺസിനും ബയോമെട്രിക് ATM കാർഡ്സ് കൊടുക്കും. ബയോമെട്രിക് ATM കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആധാർ കാർഡ് ഉപയോഗിച്ച് ഈ പറയുന്ന നമ്മുടെ തമ്പ് ഇംപ്രഷൻ അല്ലേ, അപ്പോൾ അതുപോലെയുള്ള ATM കാർഡ്സ് ആർക്കാണ് കൊടുക്കുന്നത്? ഇല്ലിറ്ററേറ്റ്സിനും അതുപോലെ സിക്ക് ആൻഡ് ഓൾഡ് പേഴ്സൺസിനും ആണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ATM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ബാങ്ക് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത്? നോക്കിയേ, HSBC ആണോ, ICICI ആണോ, അതല്ലെങ്കിൽ SBI ബാങ്ക് ആണോ, അതല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് ആണോ? ഏതാണ് ആൻസർ? HSBC ആണ് ആദ്യത്തെ ATM കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, HSBC ആണ് ആദ്യത്തെ ATM, ഇന്ത്യയിലെ ആദ്യത്തെ ATM കൊണ്ടുവന്നിട്ടുള്ളത്. ആരാണ്? ഏത് ബാങ്കാണ്? HSBC. ആദ്യത്തെ ബയോമെട്രിക് ATM ആണ് DCB ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തെ ATM ആരാ കൊണ്ടുവന്നത്? HSBC ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് ഈസ് ദ ഫസ്റ്റ് ടു പ്രൊവൈഡ് മൊബൈൽ ATM? ബയോമെട്രിക് ATM കഴിഞ്ഞു, ഇനി മൊബൈൽ ATM. മൊബൈൽ ATM ഏത് ബാങ്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻസ് തന്നെയാണ്. HSBC ആണോ ആദ്യത്തെ ATM ഇറക്കിയ അതേ ബാങ്ക് തന്നെയാണോ ആദ്യത്തെ മൊബൈൽ ATM കൊണ്ടുവന്നത്? അതോ ICICI ബാങ്ക് ആണോ, അതോ SBI ആണോ, അതോ ആക്സിസ് ബാങ്ക് ആണോ? ഏതാണ് ആൻസർ? ICICI ബാങ്ക് ആണ് ആദ്യത്തെ മൊബൈൽ ATM കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ATM ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് പഠിച്ച് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഷുറൻസ്. എന്താണ് ഇൻഷുറൻസ്? നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ പലവട്ടം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇൻഷുറൻസ് എന്താണ്? ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ആൻ ഇൻഷുറൻസ് കമ്പനി വെയറിൻ ദ ഇൻഷുർഡ് പേയ്സ് എ പ്രീമിയം ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് റിസ്ക്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു പ്രീമിയം എമൗണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ആ എമൗണ്ട് കൊടുക്കുമ്പോൾ അവർ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് എന്തെങ്കിലും സ്പെസിഫൈഡ് റിസ്ക് വരികയാണ്. ഇപ്പം നമ്മൾ ഒരു ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് നമുക്ക് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു പേഴ്സൺ, ഒരു ഇൻഷുറർ, അത് എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു പ്രീമിയം എമൗണ്ട് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെസിഫൈഡ് റിസ്ക് വരികയാണെങ്കിൽ അത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഷുറൻസ് എടുക്കുന്നത്. ഓക്കെ, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻഷുറൻസ്? ഇപ്പൊ പറഞ്ഞോളൂ, എന്താണ്? ടു ക്രിയേറ്റ് വെൽത്ത് ആണോ, ടു മിറ്റിഗേറ്റ് റിസ്ക് ആണോ, ടു പ്രൊവൈഡ് ലോൺസ് ആണോ? ഇതിലേതാണ്? അതോ ടു ഇൻക്രീസ് ടാക്സേഷൻ ആണോ? ആൻസർ ഏതായിരിക്കും? ടു മിറ്റിഗേറ്റ് റിസ്ക് ആണ് ആൻസർ അല്ലേ? എന്തെങ്കിലും നമുക്ക് റിസ്ക് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്കൊരു പൈസയ്ക്ക് അത്യാവശ്യം വന്നു, നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം വന്നു. അപ്പോൾ ഇൻഷുറൻസ് പറയുന്ന ക്ലെയിം ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? ആ പോളിസി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പൈസ എന്ത് ചെയ്യും? ഇൻഷുറൻസുകാർ കൊടുക്കും അല്ലേ? അപ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി? ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇതിലേതാണ്? ടേം ഇൻഷുറൻസ് ആണോ, കാർ ഇൻഷുറൻസ് ആണോ, ട്രാവൽ ഇൻഷുറൻസ് ആണോ, ഹോം ഇൻഷുറൻസ് ആണോ? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടേമിലേക്ക്, ഒരു ടൈം പീരിയഡിലേക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇൻഷുറൻസ് തരുന്നു. ആ ടൈമിൽ നമ്മൾ ഡെത്തായി നമ്മൾ മരിച്ചു പോയാലും അതിൽ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ ഇതിലേതാണ്? ടേം ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് പറഞ്ഞു. ടേം ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് ആയിട്ട്. അപ്പൊ ബാക്കിയെല്ലാം എന്താണ്? ജനറൽ ഇൻഷുറൻസ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? ജനറൽ ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ കുറേ ഇൻഷുറൻസ് പറയുന്നുണ്ട്. അപ്പോൾ ജനറൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലൈഫ് അല്ലാത്ത കാര്യങ്ങൾ, അസറ്റ്സുകൾ വെച്ചിട്ടുള്ള ഇൻഷുറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേം ഇൻഷുറൻസ് ആണ് ഇതിൽ ഏത്? ലൈഫ് ഇൻഷുറൻസിൽ പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹു റെഗുലേറ്റ് ദ ഇൻഷുറൻസ് സെക്ടർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്നത് ഇതിലാരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, അതോ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണോ, അതോ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണോ, അതോ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ?
ആൻസർ ഏതായിരിക്കും? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് സെക്ടർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. എന്ത് ആക്ട് ആണ്? IRDAI ആക്ട് ഉണ്ട്. അത് ഏത് വർഷമാണ്? 1999. ഓക്കെ, 1999 ഈ പറയുന്ന ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇൻഷുറൻസ് സെക്ടറിനെ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രീമിയം ഇൻ ആൻ ഇൻഷുറൻസ് പോളിസി? ഒരു ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബേസ് എന്താണ് എന്നുള്ളത് ചോദിക്കുന്നത്. ദ സം അഷ്വേർഡ്, ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഫോർ കവറേജ്, ദ ടോട്ടൽ വാല്യൂ ഓഫ് അസെറ്റ്സ് ഇൻഷുർഡ്, ദ മാക്സിമം ലയബിലിറ്റി ഓഫ് ദ ഇൻഷുറർ. ഇതിൽ ഏതായിരിക്കും ഒരു ഇൻഷുറൻസിന്റെ പ്രീമിയം എന്ന് പറയുന്നത്? ഇതിൽ ഏതായിരിക്കും? ആൻസർ, ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഫോർ കവറേജ്. ഒരു ഇൻഷുറൻസ് പോളിസിക്ക് വേണ്ടിയിട്ട് ഇൻഷുറർ എന്ത് ചെയ്യും? ഒരു എമൗണ്ട് എന്ത് ചെയ്യും? പേ ചെയ്യും. അതാണ് ഇൻഷുറൻസിന്റെ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ പ്രീമിയം എമൗണ്ട് ഇൻ ആൻ ഇൻഷുറൻസ് പോളിസി? ഇൻഷുറൻസ് പോളിസിയിലെ പ്രീമിയം എമൗണ്ടിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? ഏജ് ഓഫ് ഇൻഷുറൻസ് ആണോ, അതോ ജെൻഡർ ഓഫ് ഇൻഷുർഡ് ആണോ, അതോ സ്മോക്കിംഗ് ഹാബിറ്റ് ഓഫ് ഇൻഷുർഡ് ആണോ, അതോ ഹൈറ്റ് ഓഫ് ഇൻഷുർഡ് ആണോ? ഇതിലേതാ? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയല്ലേ? ആൻസർ എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുററിന്റെ ഹൈറ്റ് ആരെങ്കിലും നോക്കോ? ഇല്ലല്ലേ. അപ്പോൾ ബാക്കിയെല്ലാം എന്താണ്? ഇൻഷുറൻസ് പോളിസിയെ ആ പ്രീമിയം എമൗണ്ടിനെ ബാധിക്കുന്നതാണ്. ഏജ് കൂടുതലും ഏജ് കുറവും ഉള്ളവർക്ക് പ്രത്യേകം വേറെ വേറെ പ്രീമിയം എമൗണ്ട് ആണല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ അറിയാം, ഏജ് കൂടിയവർക്ക് ഈ ഇൻഷുറൻസ് ആണ്, ഏജ് കുറഞ്ഞവർക്ക് ഈ ഇൻഷുറൻസ് ആണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെയാണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം എമൗണ്ടിന്റെ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. എന്താ? ഏജ് ഓഫ് ഇൻഷുർഡ് എന്നൊക്കെ പറയുന്നത് ഫാക്ടറാണ്, ജെൻഡർ ഫാക്ടറാണ്. ഓക്കെ, സ്മോക്കിംഗ് ഹാബിറ്റ് ഓഫ് ദ ഇൻഷുർഡ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തൊക്കെയാ എന്ന് പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? RBI പറ്റി പഠിച്ചു, RBIയുടെ ഡ്യൂട്ടീസിനെ പറ്റി പഠിച്ചു, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിനെ പറ്റി പഠിച്ചു. അതുപോലെ 2016 ഏതാണ് നമ്മൾ വേറെ പഠിച്ചതെന്ന് ഞാൻ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? കമന്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റെപ്പോ റേറ്റിനെ, മോണിറ്ററി പോളിസിയെ പറ്റി പഠിച്ചു. റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, അതുപോലെ MSF, LAF എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് CHSL ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ ATM റിലേറ്റഡ് ആയിട്ടുള്ള MCQs പഠിച്ചു, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള MCQs പഠിച്ചു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത സെക്ഷനിൽ അമൃത മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് എക്സാംസ് ഒക്കെ പോയി എഴുതുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.